لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس. ഏത് രഹസ്യ സംഭാഷണത്തിന്റെ പിന്നിലും ഈ മൂന്നിൽ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. ഒന്നിരിക്കൽ അതൊരു സ്വതക്ക കൽപ്പിക്കലായിരിക്കണം, അല്ലെങ്കിൽ ഒരു നന്മ കൽപ്പിക്കലായിരിക്കണം. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പും യോജിപ്പും ഉണ്ടാക്കലായിരിക്കണം. അതിനല്ലാതെ അടക്കം പറച്ചിലുകൾ പാടില്ല. ചില ആളുകൾക്ക് കൊടുത്താൽ മതിയാവില്ല. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയൂല. തൃപ്തിയുടെ പ്രദർശനത്തിന്റെ മുകളിൽ വരുന്നതാണ് നന്ദി. ഇവിടെ നമ്മൾ മറ്റൊരാളെ തൃപ്തിയെ കുതിക്കുമ്പോഴാണ് അയാൾ നന്ദിയെ കുതിക്കുന്നത്. അയാളുടെ തൃപ്തിയെ നമ്മൾ കുതിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും തൃപ്തി കൊതിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണെങ്കിലും കൊതിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണെങ്കിൽ മറ്റൊരാൾ തൃപ്തിപ്പെട്ടോ ഇല്ലേ എന്നത് നമുക്ക് വിഷയം തന്നെയല്ല. ഇപ്പൊ ഭാര്യ വല്ലാത്ത സേവനം ചെയ്തു വീട്ടിൽ, മനസ്സിലാവുണ്ട് പറഞ്ഞത്. പക്ഷെ ഭർത്താവിന് നന്ദി കിട്ടില്ല. കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അവരുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല അത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഗുണം കാക്ഷിക്കുന്നത് വഴിയാണ് ഹമ്മുണ്ടാകുന്നത്. ഹമ്മ് എന്നാൽ ഒരു തരം കാര്യകാരണ സംബന്ധിയായ മനോവിഷമത്തിന് ഹമ്മ് എന്ന് പറയും. കാര്യകാരണങ്ങളൊന്നും അറിയാത്ത ഒരു തരം തറാക്കും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ ഹൊമ്മ് എന്ന് പറയും. ഹമ്മ് രണ്ടും മനോവിഷമങ്ങളാണ്. അതിങ്ങനെ കട്ടിക്കൂടിയായിട്ട് പിന്നെ ഒരു സുഖമില്ല. എന്താ കാരണം അറിയില്ല. ഒരു നിർദ്ദിഷ്ട കാരണത്തിൽ വിഷമം വരിക, അതാണ് ഹമ്മ്. എന്താ കാരണം? അതിങ്ങനെ അട്ടിമേൽ കൂടും. മനസ്സിലാവേണ്ട പറഞ്ഞത് അതാണ് ഹമ്മ്. ഇത് രണ്ടിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നന്ദി പ്രതീക്ഷിക്കലാണ്. അത് വേണ്ട. ഇപ്പം നിങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾ നിങ്ങൾ ഇന്നലെ നിങ്ങളെ ഭാര്യയോട് കൂടെ കിടന്ന് സന്തോഷിച്ച് ഒരു രാത്രി കഴിച്ചു കൂട്ടി വന്നവരാണ്. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ സർവൻറ്റിൻ്റെ ജോലി ചെയ്യുന്നത് ഒരു നിലക്ക് 99% വീടുകളിലും ഭാര്യയാണ്. 90% വീടുകളുടെയും വരുമാനത്തിൻ്റെ സ്രോതസ്സ് ഭർത്താവുമാണ്. അല്ലേ? അങ്ങനെയാണല്ലോ. ഇവിടെ രണ്ടാൾക്കും ഹമ്മ വരും. ഭാര്യയുടെ ഹമ്മ എന്താണ്? അങ്ങനെയൊക്കെ ഞാൻ ആ മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടിലും ഒരു നന്ദി ഉണ്ടായില്ല. തിരിച്ച് ഭർത്താവിന് വരും. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിനെ വിഷമം അറിയിക്കാതെ ഞാൻ അവരെ കൊണ്ട് നടന്നു, എന്നിട്ടൊരു നന്ദി ഉണ്ടായില്ല. അവരുടെ ഭാഷയിലേ വായിക്കൂ. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഭാഷയിലാണ് അവർ വായിക്കുക, അവരുടെ രീതിയിലാണ് അവർ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം പിശാച് അവർക്കെല്ലാം ഭംഗിയാക്കി കൊടുക്കും. ഇത് സയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും. ബദർ യുദ്ധത്തിൽ അബൂജഹലും പാർട്ടിയും വന്നപ്പോൾ അവർ ചെയ്തതെല്ലാം പിശാച് ഭംഗിയാക്കി കാണിച്ചു. ഇത് സയ്യന ലഹും, അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. അശ്ശൈത്താൻ പിശാച് അഅ്മാലഹും, അവരുടെ കർമ്മങ്ങൾ. ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ അപ്പോൾ അവരുടെ ഭാഷയിലാണ്, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാക്ക് ഇവിടെ പറയുന്നത്. ഓരോരുത്തർ അവരുടെ ഭാഷയിലാണ് ചിന്തിക്കുക, അവരുടെ റൈറ്റ്സിലാണ് അവർ കാര്യങ്ങളെ നീതീകരിക്കുക. ഈ ആഴ്ച മലബാറിൽ നടന്ന ദുരന്തപൂർണമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ദുരന്തം എനിക്കത് മറക്കാനേ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ദുരന്തം. എന്തെന്നാൽ
ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആളുകൾ ഒരു ആടിനെ നാടാകെ കൊണ്ടു നടന്നു, അതിനെ അറുത്തു എന്നതാണ്. അതിൽ ഒരുപാട് തെറ്റ് കിടക്കുന്നുണ്ട്. ഒരു തെറ്റ് ഒരു ജീവിയെ അങ്ങനെ കൊണ്ടു നടക്കാൻ പാടില്ല. ആ സാധു എത്ര സന്തോഷമായിരിക്കും അവരെ പിന്നാലെ നടന്നിട്ടുണ്ടാവുക. ഒരു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? വെള്ളം കൊടുക്കണം. ആ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ നീ പരമാവധി അതിൻ്റെ അടുത്തേക്ക് ചെന്ന് വെള്ളം കൊടുക്കണം. നമ്മൾ അതിൻ്റെ അടുത്തത് അവർ മേയുന്ന ആടിനെ നീ വെള്ളം കൊടുത്തിട്ടാണ് അറക്കേണ്ടത്. അതിനെ നീ ബഹുമാനിക്കണം. കാരണം അത് അള്ളാഹു നിനക്ക് നൽകിയ ഭക്ഷണം. അങ്ങോട്ട് ചെന്ന് അതിനെ ആദരിക്കണം. അതിനെ നല്ല പോലെ കുളിപ്പിക്കണം, അതിനെ സന്തോഷിപ്പിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, അതിനെ ആദരിക്കണം. കത്തി കാണിച്ചു കൊടുക്കരുത്. നിലവിൽ ഇനിയിപ്പോൾ അടുത്ത മാസം ഉദ്ഹിയ്യത്ത് വരും. ഉദ്ഹിയ്യത്ത് ഈ അടുത്ത കാലത്ത് ഞാൻ കാണുന്ന ഒരു വലിയ വിഷമം എന്നാൽ കുറേ മൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്നിനെ അറക്കുന്ന മറ്റു കാണും. അതൊക്കെ ഒരു വിഷമകരമായ സംഗതിയാണ്. ഞാൻ ആരെ ഇകഴ്ത്താൻ വേണ്ടി അല്ല ഇത് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും ഇകഴ്ത്തുന്ന ആളുമല്ല, ഞാനിതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ എനിക്കിത് മറക്കാൻ കഴിയുന്നില്ല. എന്താ ഇവർക്ക് സംഭവിച്ചത്? ചില കാര്യങ്ങൾ നിനക്ക് ആഹ്ലാദമാകുമ്പോൾ, സന്തോഷമാകുമ്പോൾ അത് നിന്നെ അന്ധനും അത് നിന്നെ ബധിരനുമാക്കും. നിന്റെ കണ്ണിലും കാണൂല, പിന്നെ ചെവിയും കേൾക്കൂല നിനക്ക്. അതുകൊണ്ടാണ് അമിതമായി സന്തോഷിക്കരുതെന്ന് പുണ്യ റസൂൽ പറയുന്നത്. നിന്നെ അന്ധനും ബധിരനുമാക്കി കളയും. തിരിച്ചു വരി. ഞാനത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിൽ അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ യൂത്തിന് ദീനില്ല. ദീനെന്ന പേരിൽ കുറേ ആക്റ്റാണുള്ളത്, ദീനല്ല അത്. ഇപ്പം എൻ്റെ ബഹുമാനപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ശിഹാബ് ചോറ്റൂർ ഈ മജ്‌ലിസിലുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു ലിസണറാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥി എന്ന് പറയാൻ കാരണം, അദ്ദേഹം കേരളത്തിന് പുറത്ത് ധാരാളം ദഅവ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇതൊരു വല്ലാത്തൊരു തൗഫീഖ്. ഞാൻ ആ കുട്ടിയോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ നന്മയിൽ നിന്ന് ഒരുപാട് നന്മകൾ ഇനി ഉണ്ടാവും, നന്മ ഉണ്ടാവും ചെയ്തു. ഒരുപാട് നാടുകളിലെ ജനങ്ങൾ അത് ഉൾക്കൊള്ളുകയും ഇവിടെയൊക്കെ ദീനീ സ്ഥാപനങ്ങൾ, സൗകര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രമകരമായ ദൗത്യത്തിൽ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു 2 മിനിറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേരളത്തിന് പുറത്താണ് ദീന്, അറിവില്ല, പക്ഷെ ദീനുണ്ട്. കേരളത്തിൽ അറിവുണ്ട്, ദീനില്ല. അത് സത്യമാണ്. ഞാൻ എത്ര തവണയാണ് അതൊക്കെ പറഞ്ഞത്. കേരളത്തിൽ ദീനില്ല, പ്രത്യക്ഷ അറിവുണ്ട്. കേരളത്തിൽ ദീനില്ല. ദീന് എന്ന സ്വാതന്ത്ര്യം കേരളത്തിലില്ല. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അയാൾ പുറത്തു പോയതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. എനിക്കത് മനസ്സിലാവും. ഞാൻ എത്രയോ പ്രഭാഷണങ്ങൾ പറഞ്ഞു, കേരളത്തിൽ ദീനില്ല, പ്രത്യേകിച്ച് മലബാറിൽ ദീനില്ല. ദീനി കാണുന്നൊന്നുമല്ല, പ്രത്യക്ഷമായ ബാഹ്യ അറിവുകളാണുള്ളത്. അവർക്ക് അറിവില്ല, പക്ഷേ ദീനുണ്ട്. നമുക്ക് ബാഹ്യ അറിവുണ്ട്, ദീനില്ല. അപ്പോൾ ഓരോന്നും നമ്മൾ ഓരോ തരത്തിലാണ് നമ്മുടെ റൈറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ന്യായം ഉണ്ടാവും. നമ്മൾ തിരിച്ചു വരും, വീട്ടിലേക്ക് തന്നെ വരാം. അപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യയുടെ റൈറ്റ്സ് ഉണ്ടാവും, ഭർത്താവിൻ്റെ റൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഹമ്മുണ്ടാവും. അതേ സമയത്ത് ശുക്ർ അള്ളാഹുവിൽ നിന്ന് മാത്രമാണെങ്കിൽ ഈ ഹമ്മുണ്ടാവില്ല. ശുക്രിൻ്റെ അടിസ്ഥാനം പൊരുത്തമാണ്, പൊരുത്തം. അപ്പം ഞാൻ നിനക്ക് ചെയ്തു തന്ന ഒരു കാര്യത്തിൽ നിൻ്റെ ഒരു പൊരുത്തത്തിൻ്റെ മേലെ നീ കാണിക്കുന്നതാണ് എന്ത്? സന്തോഷം, ശുക്ർ. അതാണ് നന്ദി. എത്ര കൊടുത്താലും മതിയാവൂല. ഇപ്പം കാക്കയെ പോലെ നീ ആകരുതെന്ന് പുണ്യ റസൂൽ. കാക്കയെ പോലെ ആകരുത്. വലാതകുൻ എന്താ പറയുക, അർബഅത്തു മിന ത്വയൂരി ത്വയ്യിറുൻ തഊസുന ദീകുൻ. കാക്കയെ പോലെ ആകരുത്.
എന്താ കാക്കയുടെ പ്രശ്നം? കാക്കക്ക് കൊടുത്താൽ തീരൂല. കാക്ക കൊടുക്കേണ്ട ഒരു ജീവിയാണ്, പക്ഷെ കൊടുത്താൽ തീരൂല. കാക്ക നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് കാക്ക മതിയായിട്ടോ അൽഹംദുലില്ലാ അൽ ഫാത്തിഹ ഇത് വരുന്ന കാക്ക പോവില്ല. എന്തുകൊണ്ട്? കാക്ക തിന്നുകൊണ്ടേയിരിക്കും, ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും പറയും ഒന്നാണ് മാറി നാളെ, കാരണം ഇവിടെ കാക്ക ഉണ്ടാവും. കാക്ക എപ്പോഴാണ് കാഷ്ടിക്കാന്ന് പറയാൻ പറ്റില്ല, കാക്ക എപ്പോഴാണ് തിന്നാന്ന് പറയാൻ പറ്റില്ല, മതിയാവൂല. അവർ മതിയാവുക. ചില ആളുകൾക്ക് കൊടുത്താൽ മതിയാവില്ല. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയൂല. തൃപ്തിയുടെ പ്രദർശനത്തിൻ്റെ മുകളിൽ വരുന്നതാണ് നന്ദി. ഇവിടെ നമ്മൾ മറ്റൊരാളെ തൃപ്തിയെ കൊതിക്കുമ്പോഴാണ് അയാൾ നന്ദിയെ കൊതിക്കുന്നത്. അയാളുടെ തൃപ്തിയെ നമ്മൾ കൊതിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും തൃപ്തി കൊതിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണെങ്കിലും, കൊതിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണെങ്കിൽ മറ്റൊരാൾ തൃപ്തിപ്പെട്ടോ ഇല്ലേ എന്നത് നമുക്ക് വിഷയം തന്നെയല്ല. ഇപ്പൊ ഭാര്യ വല്ലാത്ത സേവനം ചെയ്തു വീട്ടിൽ, മനസ്സിലാവുണ്ട് പറഞ്ഞത്. പക്ഷെ ഭർത്താവിന് നന്ദി കിട്ടില്ല. കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അവരുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല അതവരെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. കിട്ടിയാലും കിട്ടിയാലും എന്നെ പരിഗണിക്കണില്ല, കിട്ടിയില്ലെങ്കിലും പരിഗണിക്കുന്നില്ല എങ്കിൽ അവർക്ക് അതിൽ ഹമ്മില്ല. നിങ്ങൾ എൻ്റെ കൂടെ വരണം, കേൾക്കില്ല. ഞാൻ ഉടനെ തെളിവ് പറഞ്ഞുതരാം. ഉടനെ തെളിവ് പറഞ്ഞുതരാം. ഒന്നും നമ്മളെ മനസ്സിലില്ല, അല്ലാഹു അല്ലാത്ത ഒന്നും മനസ്സിലില്ല. അപ്പോൾ പിന്നെ ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഒരു മഹല്ലിൽ നമ്മൾ ഒരു ഖാദിയാർ 20 കൊല്ലം ജോലി ചെയ്തു. 20 കൊല്ലം ജോലി. അവർ നന്ദി കാണിച്ചില്ല, അതിന് അയക്കണ്ട. നന്ദി കാണിച്ചു, എന്നിട്ട് അയക്കണ്ട. അയക്കല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അയാളുടെ ലക്ഷ്യം അള്ളാഹു ആണെങ്കിൽ അയാൾക്ക് നന്ദി കാണിച്ചാലും പ്രശ്നമില്ല, നന്ദി കാണിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. കോഴിക്കോട് ജില്ലയിൽ നമ്മളെ ക്ലാസ് സ്ഥിരമായി നടന്നിരുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു. 2001 ക്ലാസ് തുടങ്ങുന്നത്. 2001 ക്ലാസ് തുടങ്ങി. 2020 മാർച്ച് 23 ലോക്ക്ഡൗൺ വന്നപ്പോൾ ആദ്യം വിളിച്ച് പറഞ്ഞത്, ഉസ്താദേ ക്ലാസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ നടക്കൂല എന്ന് ആദ്യം പറഞ്ഞത് അവരാണ്. അതിൻ്റെ കാരണമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിർത്താൻ കുടുങ്ങിയിരിക്കില്ല. അവരുടെ പ്രശ്നം ലോക്ക്ഡൗൺ അല്ല, അവരുടെ പ്രശ്നം ഈ ക്ലാസ് നിർത്തുക എന്നുള്ളത്. എന്തുകൊണ്ട്? ഞാൻ എന്താ പറയാൻ പറ്റില്ല, പറ്റിയത് പറയില്ല. അവരെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞു, പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഇതിൽ വളരെ ചിന്തിക്കണം. കോഴിക്കോട് ജില്ലയിലെ പ്രദേശമാണ്, അവരൊക്കെ നല്ലവർ തന്നെയാണ്. ഞാനും അവരായിട്ട് വലിയ ബന്ധമാണ്, എപ്പോഴും നല്ല ബന്ധമാണ്, പ്രശ്നമൊന്നുമില്ല. ഇപ്പം അവിടെ 20 കൊല്ലം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലഘട്ടമാണ്. ഈ 20 കൊല്ലത്തിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കണക്കില്ല. ഞാനും എന്തൊക്കെ വിദേശയാത്രയും അതിനുവേണ്ടി മുടക്കിയിട്ടുണ്ട്. ഞാൻ ക്ലാസ് മുടങ്ങാൻ പാടില്ല. ഇതിലൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, ആർക്ക് വേണ്ടി ചെയ്താൽ അതാണ് ചെയ്താൽ. അതല്ലെങ്കിൽ പ്രശ്നമായിക്കൊണ്ടേയിരിക്കും. ഞാനിതിൻ്റെ ഒരു ആന്തരഘടന പറഞ്ഞു എന്നേ ഉള്ളൂ. ആ നാട്ടുകാരോട് എനിക്കൊരു വിരോധമില്ല. അതിൻ്റെ ആന്തരഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ ക്ലാസ് നിർത്താൻ അവരെ പ്രേരിപ്പിച്ചതിൽ ചില അബദ്ധങ്ങളുണ്ട് എന്നത് എൻ്റെ പ്രശ്നമുണ്ട്, അല്ലാതെ വേറൊരു പ്രശ്നമില്ല. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ഏതാ സൂറത്ത്? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ഏതാ സൂറത്ത്? ആയത്തെടുക്കും. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقات أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. 114 ആയത്ത് സൂറത്തുൽ നിസാ. എഴുതിയൊക്കെ കുട്ടികളെ എഴുതിയേക്കണം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ജനങ്ങളുടെ രഹസ്യമായ അടക്കം പറച്ചിലുകളിൽ ഭൂരിഭാഗത്തിലും ഒരു ഖൈറുമില്ല. രഹസ്യമായ അടക്കം പറച്ചിൽ നജ്വ, അവരുടെ ഭൂരിഭാഗം ആ ജനങ്ങളുടെ ഭൂരിഭാഗം അടക്കം പറച്ചിലിൻ്റെയും ആ അടക്കം പറച്ചിലുകളിൽ ഭൂരിഭാഗത്തിലും ഒരു ഖൈറുമില്ല. അതായത് രഹസ്യ സംഭാഷണങ്ങളിൽ ഒരു ഖൈറുമില്ല. എല്ലാവരും രഹസ്യം പറച്ചിലാണ്. ഇപ്പം ഫോണായതുകൊണ്ട് രഹസ്യം പറച്ചിലിൻ്റെ ഒരു കാലം. പരസ്യമായി പറയില്ല, ഒക്കെ രഹസ്യമാണ് എല്ലാം. കാരണം മനസ്സിലായില്ല, അയാൾക്ക് സ്വന്തം ഫോണാണ്, വേറൊരാൾക്ക് സ്വന്തം ഫോണാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്തധികരിച്ചു? അപ്പോൾ അവിടെ നിന്ന് മാറി. ഇപ്പം നമ്മൾ വിചാരിച്ചു ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പറ്റി രഹസ്യം പറയാൻ തന്നെ മാറി സംസാരിച്ചാലും ജനം തെറ്റിദ്ധരിക്കൂല. എന്തുകൊണ്ട്? ഓൻ്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിരിക്കുന്ന വിചാരിക്കുക. ഇതിൽപ്പെട്ട രഹസ്യം പറയില്ല. അടക്കം പറച്ചിലുകളിൽ രഹസ്യം പറച്ചിലുകളിൽ ഭൂരിഭാഗം രഹസ്യം പറച്ചിലുകളിലും യാതൊരു ഖൈറുമില്ല. അങ്ങനെ പറയരുത്, ചെയ്യരുത്, അതിലൊരു ഖൈറുമില്ല. ഇല്ലാമൻ, ഒരാളിലൊഴികെ അമറ, ആ രഹസ്യം പറച്ചില്ല അയാൾ കൽപ്പിച്ചത് ബി സ്വദഖത്തിൻ, ഒരു സ്വദഖ കൊണ്ടാണ്. ഓ മഅറൂഫിൻ, അല്ലെങ്കിൽ ഒരു നന്മ കൊണ്ടാണ്. ഔ ഇസ്ലാഹ് ബൈനന്നാസ്, അത് ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇസ്ലാഹ്, അവരുടെ പരസ്പരമുള്ള വിയോജിപ്പിനെ പരിഹരിച്ച് യോജിപ്പാക്കുന്നതിലാണ് അവരെന്ത് ചെയ്യുന്നത്? അടക്കം പറച്ചിൽ നടത്തുന്നതെങ്കിൽ അതിലേ ഖൈറുള്ളൂ. അല്ലാത്ത ഒരു രഹസ്യം പറച്ചിലും രഹസ്യം പരമാവധി പറയരുത്. രഹസ്യം പറച്ചിലുകളിൽ ഒരു ഖൈറുമില്ല. ഖൈറുണ്ടാകണമെങ്കിൽ 3 നിബന്ധനകൾ ഖുർആൻ പറഞ്ഞു. ഒന്ന്, ആ രഹസ്യം പറച്ചിലിന് പിന്നിൽ ഒരു സ്വദഖ കൽപ്പിക്കലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഒരു കാര്യമുണ്ട്, കുറച്ച് പൈസ വേണ്ടിയിരുന്നു, ആരെ കയ്യിലാണ് പൈസ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മെല്ലാണ് മാറി നിന്ന് ഫോൺ ചെയ്തത് ദുബായിലുള്ള അവൻ്റെ സ്നേഹിതനാണ്. ഇടപെടൽ അത്യാവശ്യം ഉണ്ടെന്ന് അവസ്ഥ പറയുന്നത്, എനിക്കെല്ലാം കൊടുക്കാൻ കഴിയുമോ? ഇതിപ്പോൾ നമ്മളെ ആരെന്തേ അങ്ങോട്ട് പോയാലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ പറഞ്ഞാൽ എന്തേ അവനെന്തേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കുക. കുത്തിത്തിരിപ്പല്ല. പിന്നെ അവിടെ എന്താ അവൻ ചെയ്തത്? അമറബി സ്വദഖത്തിൻ, അവൻ ആ രഹസ്യം പടച്ചിൽ കൽപ്പിച്ചത് എന്താണ്? പറ, എൻ്റെ കൂടെ വാ. രഹസ്യം പടച്ചിലിനും ഒരു ന്യായം ഉണ്ടാകണമെങ്കിൽ ആ രഹസ്യം പറച്ചിൽ 3 ഒരു കാര്യത്തിൽ ഒതുങ്ങണം. ഒന്ന്, ആ രഹസ്യം പറച്ചിൽ എന്തിനു വേണ്ടിയായിരിക്കണം? ഒരു സ്വദഖയെ കൽപ്പിച്ചു, ഓ മഅറൂഫിൻ, അല്ലെങ്കിൽ നന്മ കൽപ്പിച്ചു. ഇവിടെ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തുണ്ടാ ദോഷം, ജാതിയത് ഒഴിവാക്ക്, ഒന്ന് ക്ലിയറാക്കി വാ. ഒരു അമറ ബി മഅറൂഫിൻ, ഒരു നന്മ കൽപ്പിച്ചു. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു? ഒരു വിയോജിപ്പിനെ യോജിപ്പാക്കാൻ വേണ്ടി അടക്കം പറഞ്ഞു. ഇവിടെ യോജിപ്പ് ഇങ്ങനെ കഠിനമായി നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നം നടക്കുമ്പോൾ 2 ആൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഒരു അടക്കം പറഞ്ഞു. എന്താ അടക്കം പറയണത്? നീ അടക്കം പറയുന്നത് എന്താണ്? എങ്ങനെ ഇപ്പം നമ്മൾ ഇതൊന്ന് സുല്ലാക്കുക? ഇതൊരു വർത്താനം, ഇതൊരു പൊഴി പറയാൻ മനസ്സിലായില്ലേ പറഞ്ഞത്? ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സുലഹ ഉണ്ടാക്കാനാണ് ഭയങ്കര. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഒരു കാര്യത്തിന് മേൽ, ബി അഫ്ളല മിന സ്വദഖത്തി വസ്സലാത്തി വസ്സദഖത്തി വസ്സിയാം, നിസ്കാരത്തെക്കാളും
നോമ്പിനേക്കാളും സദഖയേക്കാളും നേട്ടമുള്ള ഖൈറായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് പുണ്യ റസൂൽ. ഖാലു ബല യാ റസൂലല്ലാഹ്, അതേ നബിയെ. ഖാല അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കലാണത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനേക്കാൾ വലിയ അതേ സുന്നത്തായ, അവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഫർദ് നിസ്കാരമല്ല, സുന്നത്തായ നിസ്കാരത്തെക്കാളും സുന്നത്തായ നിസ്കാരത്തിൽ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പാഞ്ഞ് അവിടെ തന്നെ ഇരിക്കണം. സുന്നത്ത് നിസ്കരിക്കുക, അതുപോലാണ് തറഞ്ഞു തീർത്തിട്ട് ബാക്കി ഇശാന്റെ സുന്നത്ത് നിസ്കരിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് 12 മണിക്കേ പിരിയുന്നുള്ളൂ. അപ്പോഴത്തേന് തളർന്നു. പിന്നെ അവിടെ സുന്നത്ത് നിസ്കരിക്കൂല, കഴിയൂല. നമ്മളെ കാര്യം പറയാം, നമ്മൾ പോലത്തെ ഒരു പിന്നെ അവിടെ സുന്നത്ത് നിസ്കരിക്കാനൊന്നും കഴിയില്ല. ആയിക്കോട്ടെ, എന്നാലും എന്തിനേക്കാളും നല്ലതാ ചെയ്തത്? ആ നിസ്കാരത്തെക്കാളും ആ സദഖയേക്കാളും എന്തിനേക്കാളും ആ നോമ്പിനേക്കാളും ഖൈറായത് നീ ചെയ്തു. അപ്പൊ ഒരു രഹസ്യ സംഭാഷണമാകണമെങ്കിൽ അതിൽ 3 കാര്യം ഉണ്ടായിരിക്കണം. ഒന്ന്, അത് എന്തിന് ഒന്നത് ഏടാ സൂറത്ത്? അള്ളാഹു പറഞ്ഞല്ലേ പറയുന്നത്, അള്ളാഹു പറഞ്ഞല്ലേ സ്വീകരിക്കേണ്ടത്, അള്ളാഹു വ്യക്തമായി പറഞ്ഞില്ലേ. ഒരു രഹസ്യം പറയല ആണെങ്കിൽ എന്ത് വേണം? ഒന്നിരിക്കൽ ഒരു സ്വതക്ക കൽപ്പിക്കലായിരിക്കണം, അല്ലെങ്കിൽ ഒരു നന്മ കൽപ്പിക്കൽ. സ്വതക്ക പ്രത്യേകിച്ച് പറയാൻ കാരണം എന്തറിയോ? സ്വതക്ക ആണ് ഒരു സദസ്സിന് ഒരാൾ പെട്ടെന്ന് പുറത്തു പോകൽ എന്തിനായിരിക്കും? ഒരു സ്വതക്ക പ്രേരിപ്പിക്കാനാ. കാരണം ആവശ്യം മനസ്സിലാക്കി. 2, പൊതുവായ ഏത് നന്മയും. 3, ഔ ഇസ്ലാഹിൻ ബൈനന്നാസി, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അൽ മുസ്ലിഹു, കളവ് പോലും അതിന് പറയാം. അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ, യോജിപ്പിന് വേണ്ടി കളവ് പറഞ്ഞവനല്ല. എന്താ പറഞ്ഞ്? അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ. ഹദീസ് എഴുതിയേക്ക്. എന്ത് അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ, അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ, യോജിപ്പിന് വേണ്ടി കളവ് പറഞ്ഞവനല്ല. അതും പറയാം. കാരണം വേണ്ടത് ജനങ്ങൾക്കിടയിൽ യോജിപ്പ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകൽ ഒരു മൊട്ടയടിയാണ്. ലാ അഖൂലു ലക്കും തഹല്ലുഖ അശ്ശഅരി വലാകിൻ തഹല്ലുഖ അദ്ദീൻ. ഇത് ചില ഹദീസ്. ഫഇന്ന ദാത്തൽ ബൈനി ഹുവൽ ഹാലിഖ. എന്തുകൊണ്ടെന്നാൽ പരസ്പരം ഭിന്നതയുണ്ടാകൽ ഒരു മൊട്ടയടിയാണ്. ലാ അഖൂലു തഹല്ലുഖ അശ്ശഅരി, മുടി മൊട്ടയടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വലാകിൻ തഹല്ലുഖ അദ്ദീൻ, ദീൻ മൊട്ടയടിച്ചു പോകും. അതായത് മൊട്ടയടിച്ച് മുടി എറിയണ പോലെയാണ് ഒരു ജനങ്ങൾ എന്തുണ്ടായാൽ ഭിന്നത ഉണ്ടായ ആ നാട്ടിൽ പിന്നെ എന്തുണ്ടാവില്ല? ദീനുണ്ടാവും. ഭിന്നത ഉണ്ടോ? ദീനുണ്ടാവില്ല. ഇല്ലല്ലോ. എന്തുണ്ടായത്? കേരളത്തിൽ കള വളർന്നത് 985 ശേഷമാണ്. ആ കളയിൽ നിന്നുണ്ടായതാണ് ലിബറലിസം, നിരീശ്വരവാദം. നിങ്ങൾ തച്ചുകൊല്ലണമെങ്കിൽ ഇന്ന തച്ചൊന്നോളി. ഇതാണ് കാരണം. 2 വിഭാഗം ആളുകൾ കനപ്പെട്ട ഉത്തരവാദികളാണ് വിഷയത്തിൽ. എന്നോ പറഞ്ഞിരിക്കാവുന്ന വിഷയമാണത്. പറഞ്ഞ് ഉറപ്പിച്ച് തീരും. അത്രയും ആരും കണ്ടിട്ടില്ല. പറഞ്ഞ തീരുന്നു. പക്ഷേ അവർ തമ്മിൽ പരസ്പരം ഭിന്നിച്ച് അതിനുവേണ്ടി എഫേർട്ടുകൾ ചെലവാക്കി 40-45 കൊല്ലം, 40 കൊല്ലത്തിലേറെ. അപ്പോൾ യഥാർത്ഥമായ ദഅവത്തിന് കഴിഞ്ഞില്ല. ജനങ്ങളെ മനസ്സിൽ ദീനുണ്ടായില്ല. അതാ കാരണം, അടിസ്ഥാന കാരണം. മലബാറിലെ സുന്നികൾക്കിടയിലെ ഭിന്നതയിൽ നിന്നാണ് ലിബറലിസം ഉണ്ടായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ചൊല്ലാട്ടാ, പക്ഷെ അതാ കാരണം. നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്താലേ, പക്ഷെ അതാ കാരണം. അതാര് തുടങ്ങിയാലും ഒരു കുറ്റക്കാരാണ്. അള്ള പുറത്തു കൊടുത്തേക്കാം, പക്ഷെ വിഷയം ഗൗരവമാണ്. അതിൻ്റെ ഉൽപ്പന്നമാണ് ഇപ്പം ഈ കാണുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരസ്പര ഭിന്നിപ്പിൻ്റെ പിറകിൽ മുട്ടയടി നടക്കും. ലാ അഖൂലു തഹല്ലുഖ അശ്ശഅരി, മുടി മുട്ടയടിയല്ല. വലാകിൻ തഹല്ലുഖ അദ്ദീൻ, ദീൻ മുട്ടയടിച്ചു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രഹസ്യം പറയാം 3 കാര്യത്തിന് വേണ്ടി. 1, നോക്ക് മുസാഫ് ഉണ്ടെങ്കിൽ നോക്ക്, എൻ്റെ മൊബൈൽ എടുത്ത് നോക്ക്. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس. ഏത് രഹസ്യ സംഭാഷണത്തിന്റെ പിന്നിലും
ഈ മൂന്നിൽ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. ഒന്നിരിക്കൽ അതൊരു സ്വതക്ക കൽപ്പിക്കലായിരിക്കണം, അല്ലെങ്കിൽ ഒരു നന്മ കൽപ്പിക്കലായിരിക്കണം. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പും യോജിപ്പും ഉണ്ടാക്കലായിരിക്കണം. അതിനല്ലാതെ അടക്കം പറച്ചിലുകൾ പാടില്ല, പാടില്ല. അടുത്ത വാക്ക് ഇത് പറയാനല്ല, ഇതിവിടെ തുഫൈലിയായി വന്നതാ. ഇത് പറയാനല്ല ഈ ആയത്തോരിയത്. അടുത്ത വാക്ക് ഭയങ്കര നന്മയാണ്. എന്ത് സ്വതക്ക കൽപ്പിക്കൽ? തള്ളണമെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഒരാളെ കൊണ്ട് പ്രേരിപ്പിക്കലും വേണം. അല്ലാഹു ദീനിനെ കളവാക്കുന്നതിൽ കൂട്ടിയതാരെ? ഭക്ഷണം ആവശ്യമുള്ള ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുമെന്ന് പോലും അവൻ പറയൂല. അവന്റെ കയ്യിലില്ല, പക്ഷെ എന്നാലും പറയാലോ, അവന്റെ കയ്യിലില്ല. നാട്ടില് അമ്പാട് കല്ലുമുറ മുട്ടിയാക്കുന്ന ഒരാളുണ്ട്, മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ അങ്ങാടിയിൽ ആരും ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കൈ പൈസ ഒന്നുമില്ല, അദ്ദേഹം സാധു മനുഷ്യനാണ്. കല്ലുമുറ മുട്ടിയാക്കാൻ സാധു മനുഷ്യനാണ്. മമ്പാട് അങ്ങാടി ആരെത്തിയാലും, കുഴഞ്ഞൊരു മനുഷ്യത്തിയാൽ, ഒരു ഭ്രാന്തനെത്തിയാൽ പിടിച്ച് മുടി വെട്ടി വസ്ത്രം ഒഴിവാക്കി മമ്പാട്ട് പോയിട്ട് ചാലിയാർ കൊണ്ട് നല്ല സോപ്പ് വാങ്ങി ഒന്ന് രണ്ടാളെ കൂട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി താടി മുടിയും ഭംഗിയാക്കി പേടി പോയിട്ട് ആളുകളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു തുണിയും കുപ്പായം പുതിയത് വാങ്ങി നല്ല ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് പറഞ്ഞേക്കുള്ളൂ. ഭ്രാന്തം വന്നാൽ അമ്മൂട്ടിയാക്ക മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അങ്ങാടി ആര് വന്നാലും അമ്മൂട്ടിയാക്ക പൈസ പിരിച്ചു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, അദ്ദേഹം സാധുവാണ്, പക്ഷേ അദ്ദേഹം അത് ചെയ്യുക. നല്ലൊരു മനുഷ്യൻ, അങ്ങനത്തെ മനുഷ്യൻ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കയ്യിലില്ല, പക്ഷെ അവിടെ ഹള്ളാണ്, പ്രേരിപ്പിക്കുക. എന്ത് കൊടുക്ക്, മനസ്സിലായില്ലേ? ചിന്തിക്കണം. നോക്ക്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖ. ചിലപ്പോൾ സദഖ മെല്ലെ പോയി പറയേണ്ടി വരും. എടാ ഇതെന്തിനോ കൊടുക്കുമോ, ഒരാൾ വന്നിന് പറ്റ കുഴങ്ങിക്കണ്, സദസ്സിലിട്ട് പറഞ്ഞാൽ ഓനെ കൊടുത്ത് ഇല്ലെങ്കിൽ അത് പറയാൻ പറ്റൂല. എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഒരു പാവം വന്നിട്ട് നല്ല ആളാണ്, എന്തിനും ഒരു പച്ച പിരാന്തനാണ്, ഈ ചെയ്തു കൊടുത്തൊരു കുണി ഇപ്പം എൻ്റെ പീടിയിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഇത് കൊടുക്കുകയാണെങ്കിൽ എടാ അതിന് വലിയ കൂലിയിട്ട് പച്ച തുണി ഇപ്പൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് പുതിയ തെച്ച് കൊടുക്കുക. അയക്ക കൊടുക്കുക. അത് അമറ ബി സദഖ. സദഖ പരസ്യമായി കൽപ്പിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അയാൾ വിഷമിക്കും. അതാണ് സദഖ എപ്പോഴും നല്ലത്. എങ്ങനെയാണ്? പിന്നെ നന്മ കൽപ്പിക്കുക. അപ്പൊ ഈ നന്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നന്മയാണ്. ഇതിന്റെ മേലെ ഒരു നന്മ ഇല്ല എന്ന് പറയാം, അങ്ങനത്തെ നന്മ. പക്ഷേ അടുത്ത വാക്കെന്താ? അത് പറയാനാ നിമിഷം ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത വാക്കെന്താ? പക്ഷെ ഇതൊക്കെ ഒരാൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചു മാത്രമായിരിക്കണം. ഇനിയിപ്പോൾ വർത്താനല്ല, ഇത് ഏറ്റവും വലിയ നന്മയാണ് ചെയ്ത്. പക്ഷേ അള്ളാഹിൻ്റെ പൊരുത്തം കാക്ഷിച്ചായിരിക്കണം ചെയ്യണത്. ഒരു സദക്ക, പള്ളിക്കൊരു സദക്ക ഉണ്ടാക്കി, ഞാൻ പ്രസിഡൻ്റ് ആകുമ്പോൾ ഇവിടെ പള്ളി ഉണ്ടാകണം എന്നുദ്ദേശിച്ചാണെങ്കിൽ മൂപ്പര് ദിവസം പകലും പോയി രാത്രിയും പോയി സമയം പോയി. ഞാൻ പള്ളി പ്രസിഡൻ്റായ സമയത്താണ് പള്ളിൻ്റെ ഉദ്ഘാടനം എങ്കിൽ, ഞാനാണ് പള്ളി ഉണ്ടാക്കിയതെങ്കിൽ, മനസ്സിലായോ? പിന്നെ എന്ത് മൂപ്പര് പ്രസിഡൻ്റായതിനു ശേഷമാണ് ആ പള്ളിയൊക്കെ നോളിച്ചെന്നാൽ വളരെ പൊളിഞ്ഞിറക്കിന്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അത് പിന്നെ ജനങ്ങൾ അങ്ങനെ പറയും. മൂപ്പര് മരിച്ച വേളയിൽ വരെ പറയും മൂപ്പരാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. അന്ന് മൂപ്പര് കുറെ കാര്യം എന്തായാലും ഒരുപാട് കാര്യം ഉണ്ടാവുമെങ്കിൽ എന്നാലും എന്ത് പറയും, കാര്യം എന്തായാലും അന്ന് കുറെ നയിച്ചിട്ടാണ്. അത് പറയലായിരുന്നു അയാളെ ലക്ഷ്യവും. അപ്പൊ ഇവിടെ എന്തിനു കൂലിട്ടൂല? എന്തിനു കൂലിട്ടൂല? ഈ നന്മ കൂലിട്ടൂല. കാരണം മറ്റുള്ളവർ
പൊരുത്താഗ്രഹിച്ചു. എന്തേ ഞാൻ ഇതിന്റെ ആമുഖമായി പറഞ്ഞത്? നന്ദി എന്നത് പൊരുത്തത്തിന്റെ മീത വരുന്നതാണ്. ജനങ്ങളിൽ നിന്ന് നന്ദി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് പൊരുത്തം ആഗ്രഹിച്ചിട്ടുണ്ടോ? നീ ഭർത്താവിന് വേണ്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം പരമാവധി നിന്നെ കൊണ്ട് കഴിയുന്ന പെണ്ണെ നീ നന്നാക്കി ഉണ്ടാക്കി. അയാൾ വന്നിട്ട് ഭക്ഷണം ശരിയായില്ല, അങ്ങനെ മഴ പെയ്യുമ്പോലെ പറഞ്ഞാലും നീ ബേജാറാകെ വേണ്ട. നിന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു പരമാവധി നീ ഉണ്ടാക്കി. അയാളുടെ വാക്ക് നിനക്ക് പ്രശ്നമല്ല. നീ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു. നിന്റെ ഖദർസ്ഥാനത്തിന്റെ പരമാവധിയാണത്. നിനക്കതിനപ്പുറം ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂല. നീ അങ്ങനെ ഇന്റർനാഷണൽ ഷെഫൊന്നും അല്ല, കഴിയൂല. അപ്പൊ നിനക്കവിടെ നീ ആരെ പൊരുത്തം ആഗ്രഹിച്ച്? അള്ളാഹുവിനെ പൊരുത്തം. അള്ളാഹു ഒരിക്കലും മോശം പറയില്ല. ഞാൻ എല്ലാം കൂട്ടിക്കോളി, എല്ലാം കൂട്ടിക്കോളി. അത് ഇന്നതെന്നല്ല എല്ലാം. കുട്ടികളെ ആയത്തൊന്നോട്ട് ഞങ്ങളെല്ലാവരും നാളെ എന്നെ നല്ല പറഞ്ഞു, നല്ല ഉസ്താദാണ്, അതിൽ എനിക്കെന്താ കാര്യം? എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു, എനിക്കെന്താ നഷ്ടം? എന്താ നഷ്ടം? എന്താ പിന്നെ നഷ്ടം ഉണ്ടാവും നിങ്ങൾ എന്നെപ്പറ്റി നല്ലത് പറഞ്ഞാൽ? അവിടെ ഞാൻ ദേഷ്യം ഒന്ന് നാശാകാൻ സാധ്യതയുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? കുറ്റാണ് പറഞ്ഞ് അതിനെന്താ പ്രശ്നം? അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം വന്നിട്ട് ഒരാൾ നേരെ ഈ ഭക്ഷണം വെച്ചു കൊടുക്കുക. കല്യാണത്തിന് അങ്ങോട്ടൊരു ചോറ് കറി വെച്ചു കൊടുക്കണം. രാവിലെ 11 മണിക്ക് നിന്നാണ് കൈയും കാലും കുഴങ്ങി. അപ്പോഴാണ് ഒരു തുള്ളി കറി ഒരുത്തൻ്റെ മേലേക്ക് തെറിച്ച്. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ട വേറൊരാൾക്ക് ദേഷ്യം വന്നു. കുറേ നേരെ തുടങ്ങിയിട്ട് കൊണ്ട് ആ പാത്രം കയ്യിലൊക്കെ എൻ്റെ നിന്ന് പിടിച്ചു തുടങ്ങി. ഒരാൾ പോയി. അപ്പം എന്നെ ഒന്നും കൊള്ളരുതാത്തവനാക്കി. ഈ പണി തുടങ്ങിയത് എപ്പോഴാണ്? 11 മണിക്ക് ഭക്ഷണം വിളമ്പൽ തുടങ്ങിയതാണ്. വിയർത്ത് കുളിച്ച് ബേജാറായിട്ടുണ്ട്. ഇപ്പോൾ 2 മണി 3 മണി കല്യാണം നിൽക്കാനായി. അപ്പോൾ ഒരാൾ നിനക്ക് കുറ്റം പറഞ്ഞു. ഈ കുറേ നേരമായി തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം വളർന്ന ഒരു മര്യാദ ഇല്ല, എനിക്കൊരു പേരില്ല. ഈ ആർക്ക് വേണ്ടി ചെയ്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ആ വീട്ടുകാരൻ മുഖം കറുപ്പിച്ചു. കാരണം ഒരു അതിഥി വിഷമിച്ചു പോയി. ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ആ വീട്ടുകാരൻ മുഖം കറുപ്പിച്ചു, അതിഥി മുഖം കറുപ്പിച്ചു, കൂടല്ലൂർ മുഖം കറുപ്പിച്ചു. നിനക്ക് മുഖം കറുക്കേണ്ട ആവശ്യമില്ല. നീ ചെയ്തത് ഇവർക്ക് വേണ്ടിയില്ല, അള്ളാഹ്ക്ക് വേണ്ടി. എങ്കിൽ അതിൽ പിന്നെന്താ ആവശ്യം? മനസ്സിലായില്ലേ? ചിന്തിക്ക്. എല്ലാം കൊണ്ട് കൂട്ടിക്കളി. ഇതിലൊന്നുമില്ല. ഓട് പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഫസൗഫ, പിന്നീട് നൂതീഹി, നാം അവന് കൊടുക്കും. ഈ സൗഫൊക്കെ കുറച്ച് നേരമുണ്ട്, അതുകൊണ്ട് സൗഫാണ്. എന്തുകൊണ്ട്? പിന്നീട്, ഹിയർ ആഫ്റ്റർ. ഇവിടുന്ന് കിട്ടൂല, ഇവിടുന്ന് നാട്ടുകാരൊക്കെ ചീത്തേ പറയുള്ളൂ. ഇപ്പോൾ ഏതോ MLA പൊട്ടിയിട്ടുണ്ടല്ലോ. ആ MLA ആ നാട്ടിൽ നന്മ ആഗ്രഹിച്ച് നന്മ ചെയ്തു, പക്ഷെ അയാൾ പൊട്ടുകയും ചെയ്തു. നാട്ടുകാർ പിന്നെ അയാളെ കുറ്റം പറയും. അയാൾ നീതിമാനായി ഖജനാവെന്നൊരു പൈസയും കട്ടെടുക്കാതെ നാട്ടിൽ നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാണ് 5 കൊല്ലം നിലകൊണ്ടതെങ്കിൽ നാട്ടുകാരൊക്കെ ചീത്ത പറഞ്ഞാലും അയാൾക്ക് വിഷമിക്കേണ്ടതില്ല. അയാൾ ആർക്ക് വേണ്ടി ചെയ്തതാണ്? അല്ലാഹ്. എന്താ പ്രശ്നം?